ചില സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇന്നും കർത്താവ് ആരാധനയ്ക്കായി കൂട്ടിവരുത്തി. ഈ ആഴ്ചവട്ടത്തിന് ഒന്നാമത്തെ ദിവസം കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. ഞങ്ങളോടൊപ്പം കർത്താവ് ഉണ്ട്. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ നടക്കുന്ന ഈ ആരാധന ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ, കുറ്റങ്ങൾ ഓർക്കാതെ ഇന്ന് ഞങ്ങൾ ആരാധിച്ച് വിടുതൽ വകുപ്പാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും കർത്താവെ ആരാധനയിൽ ഐക്യമത്യപ്പെടുത്തി പൂർണ്ണ സമാധാനത്തിൽ കർത്താവിലായിരിക്കാൻ ഞങ്ങളെ കരുതേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ മുഖത്തോട് കുറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ അവിശ്വസ്തരും കർത്താവ് വിശ്വസ്തനുമായിരുന്നു എന്ന് മാത്രമേ നമുക്കെന്നും പറയാനുള്ളൂ. പറയുന്നത് തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും അതിൻ്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കാറില്ല. എന്നാൽ അങ്ങനെയല്ല. ശ്രദ്ധയോടെ നമ്മൾ ഗ്രഹിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: നമ്മൾ തെറ്റുകാരെന്നേ വരും, കർത്താവ് നീതിമാനും എന്നേ വരും. അത് കർത്താവിനും അറിയാം. നാം പൊടിയെന്ന് ഓർക്കുന്ന ദൈവം എത്ര നമ്മൾ ആയിരുന്നാലും ഒരു ശ്വാസം മാത്രമെന്ന് ഓർക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കരുണയും കൃപയും ചെയ്യുവാൻ, മനഃപൂർവ്വം ചെയ്യുവാൻ, നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. കാരണം ഒറ്റ കാര്യം മാത്രം ഉള്ളൂ: ഇരുണ്ട അവസ്ഥയിൽ നിന്ന് മാറണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? രാത്രി കിടക്കാൻ പോയി, നേരം വെളുത്ത് 5 മണിയായി, നേരം വെളുക്കാറായി, 5 മണിയായി, പക്ഷെ ഇരുട്ട് നീങ്ങി പോയിട്ടില്ല. ഇരുട്ട് നീങ്ങി പോകണമെങ്കിൽ ഉദിക്കണം, സൂര്യൻ ഉദിക്കണം. ഇതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതം. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മനുഷ്യനുണ്ട്. ഇരുട്ടിലാണ് അവൻ ജീവിക്കുന്നത്. പക്ഷേ അവൻ്റെ ഇരുട്ട് നീങ്ങിപ്പോകാൻ എന്താ വഴി? അതിനൊറ്റ വഴിയേ ഉള്ളൂ: അസ്തമനം നീങ്ങിപ്പോകണമെങ്കിൽ ഉദിക്കണം. അങ്ങനെ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും അവൻ ഇരുട്ടിൽ നടക്കാൻ ഒരു കാലം, അത് കഴിഞ്ഞതിന് ശേഷം അവന് വേണ്ടി ദൈവം ഉദിക്കുന്ന ഒരു ദിവസം വരും. അന്ന് അവൻ്റെ ലംഘനങ്ങളൊക്കെയും ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ ഉദിക്കുമ്പോൾ അതെല്ലാം മാഞ്ഞിരിക്കും. അവിടെയാണ്. എന്നാൽ അവൻ ഉദിക്കണം എന്നുള്ളതാണ് പ്രശ്നം. അവൻ്റെ ഉദയം, അവൻ്റെ സന്ദർശനം ഉദയം പോലെ നിശ്ചയമുള്ളതാണ്. അവൻ ഉദിക്കും, ഉദിക്കാതിരിക്കില്ല. പക്ഷേ അവൻ ഉദിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ താൻ ഇരുട്ടിലാണ് ഇരിക്കുന്നതെന്നും താൻ എന്തുകൊണ്ടാണ് ഇരുട്ടിൽ ഇരിക്കുന്നതെന്നും ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസ്ഥയാണെന്നും തൻ്റെ തെറ്റ് നിമിത്തമാണെന്നും അവൻ മനസ്സിലാക്കി അത് ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ഉദിക്കും. എത്രയോ കാലം ഇരുട്ടിൽ സഞ്ചരിച്ചവനാണ് ദാവീദ്. ഇത് ഒരു പാവപ്പെട്ടവന് മാത്രമല്ല, എത്ര ധനികനായാലും എത്ര ഉന്നത വിശ്വാസിയായിരുന്നാലും അവന് ഇരുട്ടിലങ്ങ് നടക്കുമ്പോൾ ആ ഇരുട്ട് നീങ്ങിപ്പോകാനൊരു ദിവസമുണ്ട്. പക്ഷേ അവൻ്റെ ഇരുട്ടിനെ കുറിച്ച് അവൻ അറിയണം. ഇന്ന് ഇരുട്ട് എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അറിയണം. അതൊരു കാലഘട്ടം. ആ കാലഘട്ടം കഴിയുമ്പോൾ, തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ, തൻ്റെ തെറ്റുകളെ കർത്താവിൻ്റെ ഭാഗം സമ്മതിച്ചു കഴിയുമ്പോൾ ഇതാ ഉദിക്കുക, ദൈവം ഉദിക്കുക. അതോടുകൂടി ഉദയസൂര്യനായ കർത്താവ് ഉദിക്കുന്നതോടുകൂടി ഇരുട്ട് നീങ്ങിപ്പോയി. ഇരുട്ടെന്ന് പറഞ്ഞാൽ ലംഘനങ്ങൾ, നമ്മുടെ ലംഘനങ്ങളെല്ലാം നീങ്ങിപ്പോയി. ദൈവത്തിൻ്റെ വചനം പറയുന്ന 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ പ്രകാരം വായിക്കുന്നു: എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണം. പിന്നെ ലംഘനങ്ങളില്ല. അപ്പോൾ ഇത്രയും വലിയ കൊലപാതകം ചെയ്തവൻ അവിടെ പോയി? ഇത്രയും വലിയ ചെയ്ത കൊലപാതകം അവിടെ പോയി? അന്യൻ്റെ ഭാര്യ എടുത്ത് അവിടെ പോയി? അത്രയും വലിയ ദോഷം നടത്തിയതൊക്കെ എവിടെ പോയി? ഇല്ല, അതൊന്നും ഇനി പറയാൻ പാടില്ല. കാരണം അവന് വേണ്ടി ദൈവം ഉദിച്ചു, അതിനുവേണ്ടി സൂര്യൻ ഉദിച്ചു. അതോടുകൂടി സകല അകൃത്യങ്ങളും മാഞ്ഞു. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇരുട്ടിൽ നടന്ന് ഇരുട്ടിൽ അസ്തമിച്ചു പോകുന്നതിന് മുമ്പ്, ദൈവമേ, നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ഞങ്ങളെ ജീവിപ്പിക്കണമേ. കർത്താവെ, ഈ ആയുസ് തീരുന്നതിന് മുമ്പേ നീ എനിക്ക് വേണ്ടി ഉദിക്കണം. ദൈവം ഉദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകൃത്യങ്ങളെല്ലാം മാഞ്ഞു പോയി. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
നമ്മളൊന്ന് ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നിരിക്കുക. ഒരു മനുഷ്യൻ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ ദൈവം ഒരാളെ ലോകത്തിൽ നിന്ന് വിടുവിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്, ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. എന്താണ് ഈ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാധനയുടെ വില അറിയാവുന്ന ആർക്കാ? ഒരു മനുഷ്യൻ ഈ ആരാധനയിൽ കൂടി തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നത് ആർക്കാ? അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ജീവപര്യന്തം മരണഭീതിയിൽ ആയിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അത് ലോകത്തിൽ ജനിക്കുന്ന ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും മരണഭീതിയില്ല. മരണഭീതി എന്ന് പറയുന്നത് അവർക്ക് തങ്ങളുടെ പ്രാണനെക്കുറിച്ച് ബോധം ഉള്ളവർക്കാണ്. അതായത് അതിനെക്കുറിച്ചൊരു ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുക. നടന്നു പോകുമ്പോൾ വനത്തിൽ കൂടി നടന്നു പോകേണ്ട സമയം വന്നു. അങ്ങനെ രാത്രിയാവുകയും ചെയ്തു. കാട്ടുമൃഗങ്ങളുള്ള വനമാണ്. അതുകൊണ്ട് നടന്ന് വിഷമിച്ചപ്പോൾ വഴിയും ശരിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അല്പസമയം ഒന്ന് വിശ്രമിക്കണം. താഴത്ത് വിശ്രമിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളുണ്ട്, കയറി വരും, അത് പ്രശ്നമാവും. അതുകൊണ്ട് ഒരു മരം നോക്കി, നല്ല ഉറപ്പുള്ളതും ഉയരമുള്ളതുമായ ഒരു മരം നോക്കി അതിൻ്റെ ഉറപ്പുള്ള വലിയൊരു കമ്പിൽ കയറി ആ മനുഷ്യൻ തൽക്കാലത്തേക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി ആ രാത്രികാലം അവിടെ ഇരുന്നു. കുറച്ച് നടന്നു വിഷമിച്ചപ്പോൾ കയറി ഇരുന്നതാ. അങ്ങനെ വിശ്രമിച്ച് പതുക്കെ നേരം വെളുക്കുക. നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത്, നോക്കിയപ്പോൾ താൻ വിശ്രമിച്ച് ആശ്രയിച്ച് കയറിയിരിക്കുന്ന കൊമ്പെന്ന് പറയുന്നത് ഒടിയാറായ കൊമ്പാണ്. അത് അതിൻ്റെ തായ്തടിയോട് വിട്ട് ഏകദേശം ഏത് സമയത്തും വീഴാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൊമ്പാണ്. ഉടനെ തന്നെ ആ മനുഷ്യൻ പരിഭ്രമിച്ച് അവിടെ നിന്ന് മരത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന ഒരനുഭവമാണ് ഒരു മനുഷ്യ ജീവിതം. ദൈവം മുൻകണ്ടിട്ടുള്ള മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ലോകത്തിൽ വന്ന് ഒരു മാതാപിതാക്കൾക്ക് വന്ന് ജനിച്ചു, ജഡത്തിൽ ജനിച്ചു. അങ്ങനെ ജനിച്ചു. ചെറുപ്പത്തിൽ മാതാപിതാക്കളെ എടുത്തുകൊണ്ട് നടന്നു, അമ്മയുടെ പാല് കുടിച്ച് വളർന്നു, ഭക്ഷണം കഴിച്ച് വളർന്നു, മാതാപിതാക്കൾ വളർത്തി. പക്ഷേ കാര്യങ്ങൾ മുമ്പോട്ട് പോയി തിരിച്ചറിവാകുന്ന ഒരു സമയം വന്നപ്പോഴാണ് മനസ്സിലായത്, മനുഷ്യനെന്ന് പറയുന്നത് നിസ്സാരനാണ്. ഏത് സമയത്തും അവൻ്റെ ആയുസ് ഇല്ലാതെയാകാം, അവൻ മരിക്കാം. ഒന്നുകിൽ ആയുസ് തീർന്നു മരിക്കാം, ഇല്ലെങ്കിൽ രോഗം വന്ന് മരിക്കാം, ഇല്ലെങ്കിൽ അപകടം വന്ന് മരിക്കാം, മറ്റേതെങ്കിലും തരത്തിൽ അവൻ മരിക്കാം എന്നുള്ളൊരു ചിന്ത അവന് വരുമ്പോൾ ഉടനെ തന്നെ അവൻ്റെ പ്രാണൻ അറിയാം, ഇപ്പോൾ ഞാൻ മരിച്ചാൽ പാതാളത്തിലേക്കാണ് പോകുന്നത്, ദൈവത്തിൻ്റെ അടുക്കിലേക്കല്ല പോകുന്നതെന്ന് അറിയുന്ന സമയമാണ് അവന് ഭയം തുടങ്ങുന്നത്. അതാണ് ദൈവം മുൻകണ്ടിട്ടുള്ളവന്റെ പ്രത്യേകത. ഒരു ഭയം, അവന് മരണഭയമായിരിക്കും. അങ്ങനെ മരണഭയത്തിലാകുന്ന ഒരു മനുഷ്യൻ ഈ മരണഭയവുമായിട്ട് നടക്കുമ്പോൾ സർവശക്തനായ ദൈവം അത് കാണും. അത് തന്നെയാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരെയാണ് ദൈവം നോക്കുന്നത്. ആരെ? മരണഭയത്തിൽ ജീവിക്കുന്നവര്. അതിനാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. അപ്പോൾ ഈ ഭീതിയിൽ ഇരിക്കുന്നവരെ വിടുവിക്കാനാണ് കർത്താവ് വന്നത്. അല്ലാതെ മരണഭയമില്ലാതെ ആരും രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം അല്ലാത്തവർക്ക് മരണഭയം ഉണ്ടാവില്ല. അപ്പൊ യൂദായ്ക്ക് മരണഭയം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് അതിനർത്ഥം. സംശയം വേണ്ട. പത്രോസിനോ നിശ്ചയമായിട്ടും മരണഭയം ഉള്ളവനായിരുന്നു. അപ്പൊ ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിന് നിശ്ചയമായിട്ടും അവർ തിരിച്ചറിവാകുമ്പോൾ മുതൽ അവർ മരണഭയത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആദ്യമേ ആ ഒരു കഥ പറഞ്ഞതുപോലെ, അതായത് മരത്തിൽ വിശ്രമിക്കാൻ കയറിയവൻ രാത്രിയിൽ ആണ് കയറിയത്. പകൽ ഉദിച്ചപ്പോഴത്തേക്കും, സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്കും താൻ ഇരിക്കുന്ന അതിന്റെ അപകടം മനസ്സിലാക്കി ഉടനെ താഴ്ത്തിറങ്ങിയതുപോലെ
ഈ ശരീരത്തിൽ ഒരു മനുഷ്യൻ വന്നാൽ, ഒരു പ്രാണൻ വന്നാൽ, അവന് തിരിച്ചറിവാകുമ്പോൾ അവൻ പറയുന്നു, അയ്യോ, ഏത് സമയത്തും ഞാൻ എൻ്റെ പ്രാണൻ പോകാം, ശരീരത്തെ വേർപെടാം. അങ്ങനെ വേർപെട്ട് കഴിഞ്ഞാൽ ഞാൻ പാതാളത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ മരണഭീതിയിലായിരിക്കുമ്പോൾ, മരണഭീതി ഉദിച്ചു കഴിഞ്ഞാൽ അവനോടൊപ്പം ദൈവമുണ്ട്, അവനോടൊപ്പം യേശു ഉണ്ട്. എങ്ങനെയെങ്കിലും അവനുള്ളതാണ് സുവിശേഷം. അവിടെയാണ് തിത്തോസിന്റെ ലേഖനം പറയുന്നത്, തക്ക സമയത്ത് തന്റെ വചനത്തെ വെളിപ്പെടുത്തിയ ദൈവം. തക്ക സമയം. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, തക്ക സമയം എന്ന് പറഞ്ഞാൽ ഏതാ? അവന് നല്ല അറിവായി കഴിയുമ്പോൾ, പഠിച്ചു കഴിയുമ്പോൾ, ജീവിതം നിരാശപ്പെട്ട് കഴിയുമ്പോൾ, എല്ലാം പൊളിഞ്ഞു കഴിയുമ്പോൾ, ഇതൊക്കെയാന്ന്? അങ്ങനെയൊന്നുമല്ല, അങ്ങനെയല്ല. അവന് യഥാർത്ഥത്തിൽ മരണഭയത്തിൽ വിറച്ചിരിക്കുന്ന അവനെ ദൈവം കണ്ട് ഈ സമയത്ത് ദൈവം തന്റെ വചനത്തെ അയക്കും. ആ വചനമാണ് അവനിൽ വീണ് അവന് ആദ്യം അത് പോഷത്വമായിട്ട് തോന്നും, പിന്നെ അത് രക്ഷയായിത്തീരും. ഇതാണ് രക്ഷയുടെ ക്രമമായിട്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ വരുമ്പോ ഈ മരണഭയം ഇരിക്കുന്നവനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അതുകൊണ്ടാണ് ഒന്നാമത്തെ സമാധാനം. എങ്ങനെ? അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലായി. ഒന്നാമത്തെ സമാധാനമായി. അവൻ പ്രാണനെ വീണ്ടെടുത്തു. വിളിച്ചു കർത്താവ് തന്റെ വചനത്തെ വെളിപ്പെടുത്തി വിളിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്നാമത്തെ സമാധാനമായി. കാരണം ഇനി മരിച്ചു കഴിഞ്ഞാലും ശരീരം വിട്ടാലും പാതാളത്തിലേക്ക് പോകില്ലല്ലോ. കാരണം കർത്താവിനെ വിളിച്ചതാണ്, കർത്താവിനെ അറിഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രാണനെ കർത്താവ് വീണ്ടെടുത്തതാണ്, അഥവാ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്താണ്, ഇനി അങ്ങോട്ട് പോകില്ലല്ലോ. ഇങ്ങനൊരു സമാധാനം വന്നു അവൻ്റെ. പക്ഷെ അതുകൊണ്ടായിട്ടില്ല. ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് സമാധാനമില്ലാതാക്കുന്നതും ഇവന് മരണഭയം ഉളവാക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരണഭയം അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പൂർണ്ണ സമാധാനമാണ്. ഈ പൂർണ്ണ സമാധാനം എങ്ങനെ കിട്ടും? അവിടെയാണ് മനസ്സിലാക്കുന്നത്, ഒരു പ്രാണൻ പാപജഡത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാം. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും അത് വിവരിക്കാനും താമസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണന് മിണ്ടാൻ പറ്റില്ല. പാവജഡത്തിൽ വരുന്ന ഒരു പ്രാണന് മിണ്ടാൻ പറ്റില്ല. വചനം പറയുന്നത്, നമ്മൾ ഇത് പ്രവാസികളും പരദേശികളുമായിരുന്നു. നമ്മെ കർത്താവ് ഈ ശരീരത്തിൽ കൊണ്ടുവന്നു. ഈ ശരീരത്തിൽ കൊണ്ടുവന്ന് ഈ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പാവജഡത്തിൽ, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തുകൊള്ളണം, ഒരു പ്രാണൻ അല്ലെങ്കിൽ ഒരു ദേഹി അല്ലെങ്കിൽ ഒരു ആത്മാവ് പാപജഡത്തിൽ വസിക്കാൻ വന്നാൽ പിന്നെ അവനെന്ത് സാധിക്കില്ല? സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോ ഏറ്റവും വലിയ ദുഃഖമാണ്. കാരണം ഇന്ന് എൻ്റെ കർത്താവിൻ്റെ പ്രാണനെ വീണ്ടെടുത്തെങ്കിലും ഇന്ന് ശരീരം വിട്ടു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട രീതിയിൽ സംസാരിക്കാൻ സാധിക്കില്ല. പിന്നെ അടുത്ത വിഷയമായി. അങ്ങനെ എടുക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ആരാധനയ്ക്ക് വേണ്ടി കർത്താവ് വരുത്തുന്നു. നീ ആരാധനയ്ക്ക് വേണ്ടി വരണം. ആരാധനയ്ക്ക് വേണ്ടി കർത്താവ് അവനെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവൻ്റെ പാപത്തെ എല്ലാം കഴുകിക്കളഞ്ഞു. അവനെ ആരാധിപ്പാനായിട്ട് കർത്താവ് കൽപ്പിച്ചു. അവൻ വന്ന് ആരാധിച്ചു. ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ആരാധനയിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ മിണ്ടാതെ മൗനമായിരിക്കുന്ന പ്രാണൻ സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് കർത്താവ് തരുന്ന സമാധാനത്തിന്റെ ആഴം അത്ര വലുതാണ്. നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. അതുകൊണ്ട് തീർന്നിട്ടില്ല. പിന്നെ ആരാധിച്ച് അവിടെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി അവന് സമാധാനമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാലും പാതാളത്തിലേക്ക് പോകണ്ട, ഒന്ന്. രണ്ടാമത്തത് കർത്താവിനെ കാണാം, രണ്ട്. മൂന്നാമത്തത് കർത്താവുമായിട്ട് സംസാരിക്കാം. വളരെ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. ഇന്നും ഹാബേൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, വിശുദ്ധന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുക, അബ്രഹാം പിതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നാൽ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കുന്ന ഒരു കൂട്ടം പാതാളത്തിലും പോയിരിക്കുക. അനവധൻ പറയുന്ന, അവൻ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിൽ. അങ്ങനെ നമ്മുടെ പ്രാണനെ കർത്താവ് വീണ്ടെടുത്ത് സമാധാനത്തിലാക്കിയവരാണ്
അടുത്ത സമാധാനത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഭക്തൻ ആരാധനയ്ക്ക് പോകുമ്പോൾ അവന്റെ പ്രതീക്ഷ, ദൈവമേ ഇന്ന് എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമോ? ഇന്ന് ആരാധനയിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ നേരെ പ്രാണം സംസാരിക്കാൻ തുടങ്ങും. അതോടുകൂടി ശാന്തായി, അതോടുകൂടി ശാന്തമായി. ഈ കാര്യം ആലോചിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു ആരാധന എത്ര വലുതാണ്, ഒരു ആരാധനയുടെ മഹത്വം എത്ര വലുതാണ്. ഇന്നും നമ്മുടെ പ്രതീക്ഷ ഇതൊന്നു മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ആരാധനയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഇല്ല. ആരാധനയെ ഒഴിവാക്കിയിട്ട് ക്രിസ്തീയ ജീവിതമില്ല. ആരാധിക്കാൻ ദൈവം ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ അവന്റെ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ട് സമാധാനത്തിലായതും അവന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയതുമായി തീർന്നു കഴിഞ്ഞാൽ അവൻ അടുത്ത സമാധാനത്തിലേക്ക് വന്നു. തുടർന്ന് പിന്നെയും വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പൂർണ്ണ സമാധാനത്തിൽ അവൻ ഇവിടുന്ന് പോകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ആരാധനയെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രതീക്ഷ എത്ര ഭയങ്കരമാണ്, എത്ര വലുതാണ്. നമുക്കൊരൊറ്റ കാര്യം മാത്രം, യേശുവേ, ദൈവമേ, എൻ്റെ പ്രാണൻ പാതാളത്തിൽ പോകാതെ വണ്ണം അതിൽ നിന്ന് നീ വീണ്ടെടുത്തതാണ്. ഇന്ന് എൻ്റെ പ്രാണൻ സംസാരിക്കാൻ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അടുത്ത സമാധാനത്തിലേക്ക് പ്രവേശിക്കുക. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ